ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പൊന്മുടിയിലേക്കാണ് കേട്ടോ നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ? പ്രത്യേകത ഉണ്ട്. കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും 11:10 പൊന്മുടി ബസ്സിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്ന ഭൂപ്രകൃതിയും ചെറു കുന്നുകളും തണുത്ത അന്തരീക്ഷമാണ് ഗൈസ് നമ്മളെ ആദ്യം പൊന്മുടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഗൈസ്, പൊന്മുടി യാത്രയിൽ നമുക്ക് 22 ഹെയർ പിന്നുകളാണ് പിന്നിടാനായിട്ടുള്ളത്. ഈ 22 ഹെയർ പിന്നുകളും കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്ക്. ഇവിടെ ഉദയ എന്ന പേരുള്ള ഒരു ഭക്ഷണശാലയും സഞ്ചാരികൾക്കായി ഉണ്ട്. ഇവിടെ എത്തി ഏകദേശം 15 മിനിറ്റിന് ശേഷമാണ് ഗൈസ് വീണ്ടും ബസ് യാത്ര തുടങ്ങുന്നത്. ജലനിരപ്പിൽ നിന്നും ഏകദേശം 1100 അടി ഉയരത്തിലാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ മിക്കവാറും തണുപ്പും മൂടൽമഞ്ഞും ആയിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് പൊന്മുടിയിലെ ചരിത്രത്തിലേക്ക് പോയാലോ. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന് പേര് വന്നെന്നാണ് കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പേരിൻ്റെ യഥാർത്ഥ കാരണം ബുദ്ധ-ജൈന സംസ്കാരമാണെന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബുദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നേരി ദേവൻ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന് പേര് വന്നെന്നാണ് അവർ കരുതുന്നത്. ആദ്യം ബുദ്ധമത കേന്ദ്രമായിരുന്നു പൊന്മുടി എന്നൊരു വാദമുണ്ട്. കാരണം വിതുരയിൽ നിന്നും ബോണക്കാട് പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിച്ച ഒരു ബുദ്ധ വിഗ്രഹം അവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ ഇന്നും പൂജിച്ചു വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. പൊന്മുടി പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ആനമുടിയും കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമായ അഗസ്ത്യാർകൂടവും പൊന്മുടിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.